ഇത് ഏകപക്ഷീയമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയില്ല. ഇതിൽ മന്ത്രി കെ പി ഗണേഷ് കുമാറിന് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കണം. തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്ന പ്രതിരോധമാണ് ഗണേഷ് കുമാർ ഉയർത്തുന്നത്. മുൻപും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രണയം ഒരു കുറ്റമല്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം ഇന്ന് ചോദിക്കുന്നത്. പ്രണയം എല്ലാവർക്കും ഉണ്ട്, അത് ഇനിയും തുടരുമെന്നും ഗണേഷ് കുമാർ പറയുകയാണ്. താനൊരു മികച്ച പൊതുപ്രവർത്തകനാണ്, ഇന്നേ വരെ അഴിമതി ചെയ്തിട്ടില്ല, പത്തനാപുരത്തുകാർ ഇത് വിശ്വസിക്കില്ല, ഇങ്ങനെ പോകുന്നു ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഗണേഷിന്റെ മറുപടി. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളാണ്. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. വീട്ടിനകത്ത് നിന്ന് തന്നെ, എനിക്കെപ്പോഴും വീട്ടിനകത്ത് നിന്ന് തന്നെയാണ് ശത്രുക്കൾ. അപ്പുറത്തു നിന്ന് നിയന്ത്രണത്തിൽ വരും. ചില ആളുകളുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ ചട്ടുകമായി മാറും ചില ആളുകൾ. കോൺഗ്രസ് തന്നെയാണോ? പിന്നല്ലാതെ ആരാണ് പട്ടാഴിയിൽ ജാഥ നടത്തിയത്? BJP-ക്കാരില്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല, കേരള കോൺഗ്രസ്സുകാരില്ല, ആരുമില്ല. കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ പട്ടാഴിയിൽ ഇന്നലെ ജാഥ നടത്തി എന്ന് പറയുന്നിടത്ത്. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്. എല്ലാ തവണയും ഉള്ളതാണ്. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, എല്ലാ തവണയും ഉള്ളതുപോലെയുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാറിന് ഇതിൽ നിന്ന് തടി തപ്പാനാകുമോ? ഇന്നിപ്പോൾ ഗണേഷ് പറഞ്ഞ മറുപടി അത് തൃപ്തികരമാണോ? ഒന്നല്ല, രണ്ടല്ല, 5000 പ്രണയങ്ങൾ അദ്ദേഹത്തിനുണ്ടായിക്കോട്ടെ, അത് വിഷയമല്ല. പക്ഷേ ഇതൊരു ഗാർഹിക പീഡനം നടന്നിരിക്കുകയാണ്. പൊതുസമൂഹത്തിൽ വന്നുകൊണ്ട് ഒരു യുവതി, ഒരു സ്ത്രീ അവർ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. പോലീസിൽ നിന്ന് പോലും സഹായം ലഭിക്കാതിരുന്നതിനെ കുറിച്ചാണ് അവർ വെളിപ്പെടുത്തുന്നത്. റഹീസ്, വിനീത, കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യവും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം അദ്ദേഹത്തിന് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ മുൻ ഭാര്യ രംഗത്ത് വന്നതുപോലെ നിലവിലെ ഭാര്യയും രംഗത്ത് വരും എന്ന് അറിയാമായിരുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. പൊതുജീവിതവും വ്യക്തിജീവിതവും രണ്ടാണ് എന്ന് പറയാനാണ് ഗണേഷ് കുമാർ കൂടുതൽ സമയവും ശ്രമിച്ചത്. എന്റെ മണ്ഡലത്തിലെ എല്ലാവർക്കും വഴിവിളക്കുണ്ട്, വെള്ളമുണ്ട്, റോഡുണ്ട് എന്ന് പറഞ്ഞ് താൻ ചെയ്യുന്ന തെറ്റിനെ പൂർണ്ണമായും ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം ഗണേഷ് കുമാർ നടത്തി. ഇതിൽ ചില CPIM നേതാക്കളോട് നമ്മൾ പ്രതികരണവുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അവരാരും ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ഈ വിഷയം ഇന്ന് ഇത്ര വഷളാക്കിയത് ഗണേഷ് കുമാർ ആണ് എന്ന നിലപാട് പല CPIM-ന്റെ നേതാക്കൾക്കുമുണ്ട്. കാരണം അവർ പറയുന്നത് 3-4 ദിവസം മുമ്പ് ഇത് അന്തരീക്ഷത്തിൽ പലതരത്തിലുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. അന്ന് പ്രതിപക്ഷം പോലും ഈ വിഷയം പിടിച്ചില്ല. നേരത്തെ VD സതീശൻ പറഞ്ഞത് എന്നോട് പലതവണ പലരും ചോദിച്ചു, ഞാനത് പ്രതികരിക്കേണ്ട എന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. ഇന്ന് ബിന്ദു രംഗത്ത് വരാൻ കാരണം മാധ്യമങ്ങളെ കണ്ട് ഈ ഭാര്യയെ ഗണേഷ് കുമാർ പ്രവോക്ക് ചെയ്തതാണ് എന്നാണ് CPIM-ന്റെ നേതാക്കൾ പറയുന്നത്. 112-ൽ വിളിച്ചു, വട്ടാണ് എന്ന തരത്തിലാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. അതിൽ പ്രവോക്ഡ് ആയിട്ടാണ് മാധ്യമങ്ങളോട് തുറന്ന് സംസാരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത് എന്നതാണ്. ഇതിനകത്ത് പല നേതാക്കളും പറയുന്ന ഒരു കാര്യം, പത്തനാപുരത്ത് ഇതുകൊണ്ട് ഗണേഷ് കുമാറിന് ചിലപ്പോൾ വലിയ കോട്ടം സംഭവിക്കാനിടയില്ല. കാരണം മുൻകാലങ്ങളിലും യാമിനി തങ്കച്ചിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങളും ഇതിനപ്പുറം വിവാദങ്ങൾ ഈ വിഷയത്തിൽ ഗണേഷ് കുമാറിന് വന്നതാണ്. പക്ഷേ ഇതൊക്കെ പാൻ കേരള ലെവലിൽ UDF പ്രചരണമാക്കുമ്പോൾ മൊത്തത്തിൽ സ്ഥാനാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാകും എന്നതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അതാണ് റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇതിൽ ഇടതുപക്ഷം ആകെ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമാണ്. കാരണം ഒരു മന്ത്രിക്കെതിരെയാണ് മന്ത്രിയുടെ ഭാര്യ ഇത്തരത്തിൽ ഗാർഹിക പീഡന ആരോപണം ഉന്നയിക്കുന്നത്. ഏതായാലും മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഉയർന്ന ഈ ആരോപണം സർക്കാരിനെ ഒന്നാകെ പ്രതിരോധത്തിലാക്കുമോ? UDF ഇപ്പോൾ തന്നെ രാജ്യം